ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജനി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് പറഞ്ഞ് ഉപദേശിച്ച് ഒരാളെ നന്നാക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. പറ്റത്തില്ല എന്നല്ല, ചില ആൾക്കാരെയൊക്കെ നമുക്ക് പറയുന്ന ആളെ അത്രമേൽ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് നന്നാക്കാനായിട്ട് സാധിക്കും. പക്ഷേ പറഞ്ഞ് നന്നാക്കുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം പ്രവർത്തിച്ച് നന്നാക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കുട്ടികളോട് കള്ളം പറയുന്ന ഒരു അച്ഛനോ അമ്മയ്ക്കോ കള്ളം പറയരുത് എന്ന് കുട്ടികളോട് പറയാൻ പോലും അർഹതയില്ല. അല്ലെങ്കിൽ അവർ എന്താണ് ചെയ്യുന്നതെന്ന് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നവരാണ് കുട്ടികൾ. അപ്പോൾ അവർ എങ്ങനെ ആകണമെന്ന്, അതായത് നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങൾ ഉപദേശിക്കാൻ പോകുന്ന ആളുകളോ എങ്ങനെ ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ നിങ്ങൾ ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഉപദേശിക്കുകയല്ല. ജീവിച്ച് കാണിക്കുന്നവർക്ക് വേണമെങ്കിൽ ഉപദേശിക്കാനുള്ള അർഹതയുണ്ട്, അല്ലാതെ പ്രവൃത്തി ഒന്ന് വർത്താനം ഒന്ന് ആ രീതിയിൽ നമുക്ക് ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അവരുടെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കാത്തതിന് അവർ വഴക്ക് പറയും എന്ന് പറഞ്ഞു. അതായത് അപ്പോൾ പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്, അമ്മ പെൻഷനായതിന് ശേഷമാണ് പ്രാർത്ഥന തുടങ്ങിയത്. മുസ്ലിം ലേഡിയാണ്. അപ്പോൾ നിസ്കാരമൊക്കെ അമ്മ തുടങ്ങിയത് അമ്മ പെൻഷനായതിന് ശേഷമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ അമ്മ നിസ്കാരം തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് നിസ്കരിക്കാനായിട്ട് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. നന്നാകട്ടെ, മകൾ നന്നാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ എന്താണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് കാണുന്ന മക്കളാണ്. അവർ ഒരിക്കലും നിങ്ങളുടെ വർത്തമാനത്തിനെ അല്ല ശ്രദ്ധിക്കുന്നത്, നിങ്ങളുടെ പ്രവൃത്തികളെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ പ്രവൃത്തികളിലാണ് ശ്രദ്ധിക്കേണ്ടത്. ചില സമയമൊക്കെ നമുക്ക് നമ്മുടെ പ്രവൃത്തി എന്താണെങ്കിലും മറ്റുള്ളവർ നന്നാകണം എന്ന് വിചാരിച്ച് ഉപദേശിക്കും. പക്ഷേ ഉപദേശിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം, നമ്മുടെ പ്രവൃത്തിയും നന്നാകണം. എല്ലാവരും നല്ല മക്കളായിട്ട് വളരട്ടെ എന്ന് വിഷയുന്നു. ബൈ.